ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മഴദൂരം മുമ്പയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ലാലിച്ചൻ്റെ കുടുംബത്തിൽ മുഴുവനാകെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി എങ്ങനെയെങ്കിലും അലീനെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കണമെന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്താണ് നമ്മുടെ റാണിമോള് വന്നിട്ട് തനിക്ക് ടോണിച്ചായനെ കാണുമെന്ന് പറയുന്നത്. ഇത് കേട്ട് ഇവർക്ക് ഭയങ്കര ദേഷ്യം തോന്നി. നിങ്ങൾക്ക് ടോണിയെ കാണുമെന്നോ? എന്തിനാണ് ഈ ടോണിയെ കാണുന്നത്? മര്യാദയ്ക്ക് അവനെ നിനക്ക് കല്യാണം കഴിപ്പിച്ച് തന്നെയല്ലേ? അപ്പോൾ നിനക്ക് അവനെ വേണ്ടായിരുന്നല്ലോ. ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവനെ നീ ആട്ടി പുറത്താക്കിയില്ലേ? അപ്പോഴേക്കും റാണിയാണെങ്കിൽ ഞാൻ ആരെയും ആട്ടി പുറത്താക്കിയൊന്നുമില്ല, എനിക്ക് ടോണിച്ചായനെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ടോണിച്ചായനെ കാണണമെന്ന് പറയാണ്. ദേ മിണ്ടിപ്പോകരുത് നീ, ടോണിച്ചായനെ കാണണം പോലും. ദേ അനാവശ്യം പറയരുത്. നിനക്ക് നിന്റെ അവിഹിത സന്ധിയെ തേടിപ്പോകാനല്ലേ നിനക്കിഷ്ടം? ആ കുഞ്ഞിനെ തേടിപ്പോന്നു. അതെ, എനിക്കെൻ്റെ കുഞ്ഞിനെയും വേണം. ടോണിച്ചായൻ പറഞ്ഞല്ലോ ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തി തരാമെന്ന്. പിന്നെന്താ കുഴപ്പം? പിന്നെ കണ്ടെത്തി തരാൻ പോകുന്നു. എടി, ആ കുഞ്ഞ് മഞ്ഞപ്പിത്തമൊന്നും മരിച്ചില്ലേ? ഇല്ല, ആ കുഞ്ഞ് മഞ്ഞപ്പിത്തമൊന്നും മരിച്ചിട്ടില്ല, ജീവനോടെ ഉണ്ട്. എനിക്കെൻ്റെ ആ കുഞ്ഞിനെ കാണണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവർ ഭയങ്കര ദേഷ്യപ്പെട്ട് റാണിയെ തല്ലാനിടക്കെ പോവുകയാണ്. അപ്പം റാണിയെയും കൊണ്ട് റാണിയുടെ ഏട്ടത്തി അകത്തേക്കും പോവുകയാണ്. വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അകത്തേക്കും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീനയാണ്. അപ്പോൾ അലീനയാണെങ്കിൽ ഗാർഡനിൽ കുറച്ച് മരുന്നൊക്കെ ഒഴിച്ച് വാടിയ ഇലകളെല്ലാം വെട്ടി കളഞ്ഞ് അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടുത്തെ ജോലിക്കാരൻ വന്നിട്ട്, മോളെ ഇതെന്താ മോളെ കാണിക്കുന്നത്? അയ്യോ കുഞ്ഞെ, ഞാൻ ചെയ്തോളാലോ ഇതൊക്കെയെന്ന് ചോദിച്ചപ്പോഴേക്കും അതെന്താ ഞാൻ ചെയ്താൽ? കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കിതൊക്കെ ചെയ്യാലോ. ചുമ്മാ ഇരിക്കുമ്പോൾ ഭയങ്കര ബോറടിയാണെന്നേ, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത്. അതല്ല കേണൽ സാബേ, എന്നെ വഴക്കു പറയും മോളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചാൽ. പിന്നെ കേണൽ സാർ വഴക്കു പറയാൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ നല്ല മറുപടി കൊടുത്തോളാം. ഇതൊക്കെ എനിക്കും ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണെന്നേ, ഞാനും ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ, ഓ മോളുടെ ഇഷ്ടം, ഇനി എന്താണെന്ന് വെച്ചാൽ ചെയ്യ്, ഞാനായിട്ട് തർക്കിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളവിടെ പോയി കഴിയുമ്പോഴാണ് നമ്മുടെ കുട്ടിച്ചായൻ വരുന്നത്. അപ്പോൾ കുട്ടിച്ചായനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും, ആ വല്യച്ച, എന്താ വല്യച്ച, എത്ര നേരമായി വല്യച്ച, എത്ര ദിവസമായി വല്യച്ച, വല്യച്ഛൻ എന്താ പോയത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും, അമ്പടി കേമി, ഞാൻ ഇന്നലെ അല്ലേ ഇവിടുന്ന് പോയത്, ഇന്ന് തിരിച്ചു വരികയും ചെയ്തു. എന്നിട്ട് എത്ര ദിവസമായി പോയിട്ടെന്നോ? ഇത് നല്ല വർത്തമാനമാണ് കേട്ടോ. ആഹാ അലീന, വേറൊരു കാര്യമൊക്കെ കേട്ടല്ലോ, നിരാഹാരമാണെന്നൊക്കെ. എന്തിനാ മോളെ നിരാഹാരം കിടക്കുന്നത്? അതൊക്കെ എനിക്ക് വലിയ പുത്തരിയൊന്നുമല്ല എൻ്റെ വല്യച്ച. ദേ, എനിക്ക് നിരാഹാരം കിടക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ചില വാശികളൊക്കെ ഇവിടെ നിന്ന് പിടിച്ചിറക്കി വിടണ്ടേ, അതിനിതൊക്കെ പറ്റുള്ളൂ മോളെ. എന്നാലും മോളുടെ ആരോഗ്യം നോക്കണ്ടേ? അങ്ങനെ ആരോഗ്യം നോക്കാതിരുന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നതെന്ന് ചോദിക്കുമ്പോൾ, എനിക്കതൊന്നും വലിയ പ്രശ്നമല്ല, ഞാൻ എത്രയോ ദിവസങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്, അപ്പം ഇതൊന്നും എനിക്ക് വലിയ പുത്തരിയല്ല എന്നൊക്കെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുട്ടിച്ചായന് ഭയങ്കര സങ്കടം തോന്നുകയാണ്. പക്ഷേ എന്തൊരു കഷ്ടമാണ് എന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ കുട്ടിച്ചായൻ പറയുന്നത്. അതൊക്കെ ഇരിക്കട്ടെ വല്യച്ച, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്നെക്കുറിച്ച് കാര്യങ്ങളെല്ലാം അറിഞ്ഞോന്നോ? അവിടെ മുഴുവൻ പാട്ടാ, പ്രശ്നത്തോട് പ്രശ്നം തന്നെയാ. നിന്നെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കണം എന്നൊക്കെയാ പറയുന്നത്. അവർ ഭയങ്കര അരിശത്തിലാ, ഓരോരോ പ്രശ്നങ്ങൾ. അധികം താമസിയാതെ അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നത്. അയ്യോ, അതാകെ പ്രശ്നമായോ? പിന്നെ അല്ലാതെ പ്രശ്നമായോന്നോ? മൊട്ടം പ്രശ്നം തന്നെയാണ്. വരാനുള്ളവരൊക്കെ വരട്ടെ എൻ്റെ വല്യച്ച, അവരൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അല്ലെങ്കിൽ നിനക്ക് നന്നായിട്ട് തന്നെ അറിയാമെന്ന് എനിക്കറിയാം മോളെ. അല്ല, നമ്മുടെ ലാലിച്ചൻ എവിടെ? ലാലിച്ചൻ പിണക്കത്തിലാണോ? പിണക്കത്തിലാണല്ലോ. ഞാൻ നിരാഹാരം കിടക്കുന്നത് കൊണ്ടേ ലാലിച്ചൻ അത് വലിയ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. എന്നോട് മോന്തയും വെറുപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാനും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല. നിങ്ങൾ രണ്ടുപേരുടെ ഈ പിണക്ക് എങ്ങനെ തീർക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഏതായാലും പോയിന്ന് ലാലിച്ചനെ പോയി കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കുട്ടിച്ചായ നേരെ ലാലിച്ചൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ലാലിച്ചൻ കുറച്ച് മദ്യപാനമൊക്കെ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സമയം, എടാ ലാലിച്ച, എന്താടാ ഇത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്ത്? ഇവിടെ ഒരാൾ നിരാഹാരം കിടക്കുകയല്ലേ, അത് അവസാനിപ്പിക്കാനൊന്നും പറ്റില്ല. അല്ല, അച്ഛൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നല്ലോ, എന്താ പെട്ടെന്ന് വന്നത്? എന്താടാ, എനിക്ക് വരാൻ പാടില്ലേ? എടാ, നിന്നെനിക്ക് അങ്ങനെ തനിച്ചാക്കിയിട്ട് പോകാൻ പറ്റില്ലല്ലോ. പക്ഷേ വീട്ടിൽ ചെന്നപ്പോഴേ വലിയ പ്രശ്നങ്ങളാ. അലീന ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. അപ്പോൾ അലീനയെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും അടിച്ച് പുറത്താക്കണമെന്നൊക്കെ പറയുന്നത്. അവർ പുറത്താക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനെന്താ നിന്ന് കൊടുക്കാനായിട്ട് പോവുകയാണോ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലാലിച്ചനും പറയുകയാണ്. എടാ, ദേ അലീന നിരാഹാരം കിടക്കുന്ന കാര്യം നിനക്കറിയില്ലേ? നിരാഹാരം കിടക്കുന്നതാണ്. എത്ര പറഞ്ഞിട്ടും
അലീനക്ക് തലയിലങ്ങോട്ടൊന്നും കയറുന്നില്ല എൻ്റെ അച്ഛാ. അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് തിരുത്തിക്കണം. ഞാൻ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ഉപവാസമാണ് എന്ന രീതിയിലാണ് അവൾ എന്നോട് കിടന്ന് പെരുമാറുന്നത്. ഇതാരോടാണ് വാശി കാണിക്കുന്നത്? ഇതൊന്നും എനിക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ കുട്ടിച്ചായനോട് പറയുകയാണ് നമ്മുടെ സ്റ്റാൻലി. അപ്പോൾ എടാ, അങ്ങനെയാണെങ്കിലേ നമുക്കൊരു കാര്യം ചെയ്യാം, അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാലോ? അവളെന്തിനിവിടെ നമ്മുടെ ഒരു വാക്ക് പോലും കേൾക്കാതെ അവളിനിവിടെ നിൽക്കേണ്ട യാതൊരു കാര്യമില്ല. അവൾ എത്രയും പെട്ടെന്ന് പൊയ്ക്കോട്ടെ, അവളുടെ അമ്മയുടെ അടുത്തേക്ക് തന്നെ പൊയ്ക്കോട്ടെ. നമ്മളെക്കാലം ഉത്തരവാദിത്തം അവളുടെ അമ്മയ്ക്കാണ് അവളെ നോക്കാനുള്ള ഉത്തരവാദിത്തം. അതുകൊണ്ട് അവൾ എങ്ങനെയെങ്കിലും നമുക്ക് പറഞ്ഞു വിടാമെന്നും പറയാണ്. അത് പിന്നെ എന്തിനാണ് ചാ അവളെ പറഞ്ഞു വിടുന്നത്? അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. എടാ, കാര്യമുണ്ടറാ. നമുക്ക് ബുദ്ധിമുട്ടായവരെ നമ്മളിവിടെ നിർത്തേണ്ട യാതൊരു ആവശ്യമില്ല. അവൾ ഇവിടെ നിന്ന് പുറത്താക്കണം. അവൾ പാലയിലേക്കിട്ട് പോട്ടെന്നേ. വേണ്ട വേണ്ട, അങ്ങനെ പാലയിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ മോളല്ലേ അവള്. അപ്പം പിന്നെ എൻ്റെ അടുത്തല്ലേ അവൾ നിൽക്കേണ്ടത്. അവളെ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞു വിടാൻ പോകുന്നില്ല. എടാ, ഞാനേ നിനക്ക് സപ്പോർട്ട് തരാനാണ് വന്നിരിക്കുന്നത്. എനിക്ക് സപ്പോർട്ടോ? എൻ്റെ അച്ഛൻ ഇതെല്ലാം അച്ഛൻ്റെ അടവാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അച്ഛനെ എൻ്റെ മുന്നിൽ കിടന്ന് അഭിനയിക്കുകയാണ്. പോയ ആൾ പെട്ടെന്ന് തിരിച്ചു വന്നത് അത് എന്നെ കാണാൻ വേണ്ടിയാണോ? അല്ലല്ലോ, എന്നെ കാണാനില്ലല്ലോ. അലീനയെ കാണാൻ വേണ്ടിയല്ലേ വന്നത്? എടാ എടാ, അലീനയെ കാണാൻ വേണ്ടി നല്ലടാ വന്നത്. എങ്കിലേ ദേ അച്ഛനൊരു പെഗടിക്കുന്നുണ്ടോ? പിന്നെന്താ ഞാൻ പെഗടിക്കുന്നതിന് കുഴപ്പം? അല്ല, അച്ഛൻ്റെ അലീന മോള് ദേഷ്യപ്പെടൂലേ? അയ്യടാ, ദേഷ്യപ്പെടാൻ പോകുന്നു. എനിക്കെന്താ അവളെ പേടിയാണോ? എനിക്കൊരു പേടിയില്ല. നീ പെഗടിക്കട രണ്ടെണ്ണം എന്നും പറഞ്ഞുകൊണ്ട് പെഗടിച്ച് കൊടുക്കുകയാണ്. അതെ, വെള്ളം ഒഴിക്കണ്ട, വെള്ളം ഒഴിക്കാതെ അടിക്കുന്നതാണ് എനിക്കിഷ്ടം. മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലാലിച്ചൻ അത് അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ, അലീനയെ ഇഷ്ടമില്ലെങ്കിൽ നമുക്കിവിടെ നിന്ന് പറഞ്ഞു വിടാം. അതിന് കുഴപ്പമൊന്നുമില്ല. വേണ്ട, അങ്ങനെ അലീനയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അവളുടെ വാശിയൊന്നും അവസാനിപ്പിക്കണം. അതെനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എപ്പോൾ നോക്കിയാലും ഏത് നോക്കിയാലും വാശിയോട് വാശി തന്നെയാണ്. എനിക്കത് തീരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം തന്നെയാണ്. പിന്നെ അച്ഛനും പേടിയാണല്ലോ അവളെ. ഞാനോ എൻ്റെ ഭാര്യയെ പോലും ഞാൻ പേടിച്ചിട്ടില്ല. പിന്നെയാണ് ഇവളെ പേടിക്കാനായിട്ട് പോകുന്നത്. എൻ്റെ പൊന്നച്ഛ, എനിക്കറിയാലോ അച്ഛൻ ഇങ്ങോട്ട് വന്നത് അവളെ കാണാനാണ്, അവളോട് സംസാരിക്കാനാണെന്ന്. എങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അവളിവിടെ നിന്ന് പറഞ്ഞു വിടാന്ന്. അല്ലെങ്കിലേ കുടുംബത്തിൽ മുഴുവൻ വലിയ പ്രശ്നമായിട്ടിരിക്കുക. എത്രയും പെട്ടെന്ന് അവരെല്ലാവരും ഇങ്ങോട്ട് വരും. എന്നിട്ട് ഇവളെ പുറത്താക്കാൻ വേണ്ടി തന്നെ ഇങ്ങോട്ട് വരുന്നത്. ആരും അതിനു വേണ്ടി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിക്കാം. നീ എന്താന്ന് വെച്ചാൽ ചെയ്യ എൻ്റെ സ്റ്റാൻലി. നിന്റെ പക്ഷത്ത് തന്നെയായിരിക്കും ഞാൻ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുക, അല്ലാതെ അവളുടെ പക്ഷത്തല്ല. നിനക്ക് അവളെ വിടണമെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊയ്ക്കോട്ടെന്നേ. എനിക്ക് യാതൊരു തടസ്സമില്ല എന്നൊക്കെ കുട്ടിച്ചേൻ പറഞ്ഞതിന് ശേഷം അവിടെ നേരെ അലീനയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അലീനയുടെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താ അലീച്ച, എന്ത് പറഞ്ഞു അലീച്ചിൻ്റെ മോന് കേണൽ സാറ് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതെ, അവനെ നിന്നെക്കുറിച്ചുള്ള പരാതി മാത്രമാണ്. നിന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് അവൻ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എങ്കിൽ പിന്നെ അവളെ ഇവിടെ പിടിച്ചു നിർത്തണ്ട, അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാൻ, പാലയിലേക്ക് പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു. ഇത് കേട്ട അലീനയാണെങ്കിൽ എന്നിട്ട് കേണൽ സാർ എന്നാ പറഞ്ഞു? എന്നെ പറഞ്ഞു വിടാൻ പറഞ്ഞു. പക്ഷെ എൻ്റെ അമ്മോ, നിന്നെ പറഞ്ഞു വിടാൻ പറഞ്ഞപ്പോഴേ എനിക്ക് അവൻ്റെ മനസ്സങ്ങോട്ട് മനസ്സിലാകുന്നില്ല മോളെ. അതെന്താ മനസ്സിലാവാത്തത്? ദേ വലിയച്ഛൻ കാലുമാറുകയാണോ? ഞാൻ കാലുമാറോ? ഈ വല്യപ്പച്ചൻ കാലങ്ങനെ മാറില്ലല്ലോ. ആ മോളുടെ പക്ഷത്ത് തന്നെയല്ലേ. അവളുടെ മനസ്സറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമുക്കിവിടെ നിന്ന് അവളെ പറഞ്ഞു വിടാം, അവളുടെ അമ്മ അവളെ നോക്കിക്കോട്ടെ എന്ന്. എന്നിട്ട് എന്ത് പറഞ്ഞു വല്യപ്പച്ച എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞെന്നാന്നറിയാവോ? ഒരിക്കലും പാടില്ല, അവൾ എൻ്റെ മകളാണ്. ഈ വീട്ടിൽ നിന്ന് അവൾ അങ്ങനെ പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന്. പക്ഷേ മോൾ ആ നിരാഹാരം ഒന്ന് അവസാനിപ്പിക്കണം മോളെ. അല്ലെങ്കിൽ മോളുടെ ശരീരത്തിന് അത് കേടല്ലേ, അത് ദോഷം ചെയ്യില്ലേ. അതുകൊണ്ട് അതൊന്ന് അവസാനിപ്പിക്കണമെന്നും പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതങ്ങനെ അവസാനിപ്പിക്കാനായിട്ട് പോകുന്നില്ല വല്യപ്പച്ച. ആദ്യം പപ്പയുടെ ആ ഒരു പിടിവാശിക്ക് അങ്ങോട്ട് മാറ്റട്ടെ, അതിനുശേഷം എൻ്റെ നിരാഹാരം ഞാൻ അവസാനിപ്പിക്കാം. എൻ്റെ ദൈവമേ, ഈ നിരാഹാരമൊക്കെ കണ്ടുപിടിച്ച ആരാണാവോ? കണ്ടുപിടിച്ച ആരാണെന്നറിയാമല്ലോ, മഹാത്മാഗാന്ധി. എത്രയോ നിരാഹാരങ്ങൾ കിടന്നിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അദ്ദേഹമാണല്ലോ ഇത് കൊണ്ടുവന്നത്. അപ്പം പിന്നെ
ആ, അദ്ദേഹത്തിൻ്റെ ഒപ്പം നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ കളിതമാശമായ കാര്യങ്ങളെല്ലാം അവിടെ സംസാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.